ചെന്താമരയ്ക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നതായി ബന്ധു പരമേശ്വരൻ. മുമ്പും പലരെയും കൊലപ്പെടുത്താൻ ചെന്താമര ശ്രമിച്ചിരുന്നു. ചെന്താമരയെ പിടികൂടിയില്ലെങ്കിൽ അത് വലിയ ഭീഷണിയാകുമെന്നും പരമേശ്വരൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ പോലീസും നാട്ടുകാരുമൊക്കെ സംഘം തിരിഞ്ഞാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത്. ഏതായാലും ചെന്താമരയെ അവസാനമായി കണ്ട അയാളുടെ ബന്ധു നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. പരമേശ്വരനാണ് ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? മൂപ്പന്റെ മാമനാണ്. ഞങ്ങൾ വെള്ളം തിരിക്കാൻ വേണ്ടി പോയപ്പോ മൂപ്പര് അവിടെ നിന്ന് വിറക് പെറുക്കിയിട്ട് വരുന്നു. വിറക് പെറുക്കിയിട്ട് വന്ന് എന്റെ ഭാര്യന്റെ അടുത്ത് എന്റെ ഭാര്യനും വെട്ടിക്കൊല്ലാന്നൊക്കെ പറഞ്ഞ് നടന്നാണ് കുറെയൊക്കെ. ഇപ്പൊ ഞാൻ പണിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് വരാൻ പറ്റില്ല. അങ്ങനെ വട്ടപ്പോ ആദ്യം മറ്റേ സ്ത്രീനെ വെട്ടിയില്ലേ, വെട്ടി കൊന്നപ്പോ പോലീസിനായി ആദ്യം എന്റെ വീട്ടിലേക്ക് വന്നു. എന്താ സംഭവം അറിയാം? എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവള് നന്മാറയ്ക്ക് പോയി. അതുകൊണ്ട് അവളിനെ കിട്ടിയില്ല. പോലീസിനായി എന്റെ വീട്ടിൽ വന്നിട്ട് കയറിയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോ അവളിന് വെട്ടിക്കൊന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് വെട്ടിക്കൊല്ലാൻ വന്നിട്ട് കിട്ടിയില്ല, കിട്ടാണ്ട് പോയ ശേഷം പിന്നെ നേരെ അവന്റെ വീട്ടിൽ പോയി പോലീസിന്. അങ്ങനെ പെട്ടത്. അപ്പൊ അത്രയും ഇതുള്ളവൻ ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്റെ ഭാര്യന്റെയും എന്റെ ഉമ്മർത്ത് വെച്ചിട്ട് അവന്റെ വലിയൊരു കൊടുവാണ്. അതില് ഇടയില് വടിയും തുരിയിട്ടുണ്ട്. അത് വെച്ചിട്ട് മൂപ്പര് ശരിയല്ലാണ്ട് വന്ന് ഞാൻ ബീസി വെട്ടാനാണ്. എന്റെ ഈ സ്ത്രീകളോട് എന്താണ് ഇത്ര വൈരാഗ്യം? എന്തെങ്കിലും ഒരു അന്ധവിശ്വാസം? അവന് അന്ധവിശ്വാസം ഉണ്ടാകുകയായിരിക്കും. പല പണിക്കന്മാരോട് നോക്കിയിട്ടോ അത് കേട്ടോ ഇതിട്ട് അന്ധവിശ്വാസം ഉണ്ടാകുകയായിരിക്കും. ആ ഒരു ഇതിന്റെ രീതി മാത്രമേ ഉള്ളൂ. ഇല്ലാണ്ട് തലയ്ക്ക് മെന്റലോ കിന്റലോ ഒന്നുമില്ല. നല്ല ബുദ്ധിയും നല്ല തന്റെ അടുത്തോട് ജീവിക്കണമെന്ന് തന്നെ. അവന് ഒരു മെന്റലും ഇല്ല. ഇന്നലെ ഇയാള് ഈ ഒരു കൃത്യം നടത്തുന്നത് കണ്ടിരുന്നു, അല്ലെങ്കിൽ ഓടിപ്പോകുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നു? കണ്ടില്ല. കണ്ടതാണെങ്കിൽ ഇപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടായില്ല. കണ്ടില്ല. ഇത് സംഭവിച്ചിട്ട് ജീവൻ ഉണ്ടായിരുന്നു. ആർക്ക്? അമ്മയ്ക്ക് ജീവൻ ഉണ്ടായിട്ട് ഞാൻ നേരെ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസുകാര് എന്റെ ഫോൺ നമ്പർ എടുക്ക്, അത് കൊടുക്ക്. പിന്നെയും വെറുതെ വിളിച്ച് കോളനി അറിയില്ല പറയുന്നു. എന്നാ ഒരു ആംബുലൻസിന് വിടും, നിങ്ങൾ മെല്ലെ വരും പറഞ്ഞിട്ട്. പിന്നെ എന്റെ മകള് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. മകള് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് പിന്നെയും പോലീസുകാര് മകളിനോട് അത് നിന്റെ ആധാർ കാർഡ് നിന്റെ ഇതാ പറഞ്ഞിട്ട് പിന്നെ രാത്രി മുഴുവൻ വിളിച്ച് ശല്യം. ഉളവിൽ പോയാലും ഭക്ഷണം കഴിക്കാൻ വരുന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? ഭക്ഷണം അവന് വെളിയിൽ കടന്ന് നിവൃത്തിയില്ലല്ലോ. വരുമല്ലോ, വന്ന് ആഹാരം വന്ന് പെടുമല്ലോ. വെളിയിൽ എവിടെ ആഹാരം കിട്ടും? പിടിക്കും വരും, വരാണ്ടിരിക്കുകയില്ല. അപ്പൊ അവന്റെ ബന്ധു വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും പോയിട്ട് പിടിക്കുമല്ലോ. അത്രേ ഉള്ളൂ. ഏതായാലും ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുകയാണ്. ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ ഒരേപോലെ ആവശ്യപ്പെടുന്നത്. അത്തരത്തിലൊരു പ്രശ്നമുള്ള വ്യക്തിയാണ്. ഇയാളെ പിടികൂടിയിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയാണ് എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.